ജയ് ഭീം. ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു സർവകലാശാലയിൽ ഭരണസ്ഥിരാകേന്ദ്രമായ തിരുവനന്തപുരത്തെ കേരള സർവകലാശാലയിൽ നിന്നും ഒരു അതിഭീകരമായ ജാതി വിഷസർപ്പം ഫണമുയർത്തി ആടുകയുണ്ടായി. ഇത് കേരളം വളരെ ലജ്ജയോടുകൂടിയാണ് കേരളം നോക്കിക്കണ്ടത്. വിദ്യാർത്ഥികളെ സംസ്കാരം പഠിപ്പിക്കേണ്ട, വിദ്യാർത്ഥികളെ കരുണയും സ്നേഹവും മൈത്രിയും സാഹോദര്യവുമെല്ലാം പഠിപ്പിക്കേണ്ട ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നുമാണ് ഒരു ദലിത് വിദ്യാർത്ഥിക്കെതിരായിക്കൊണ്ട് ഈ നിലയിലുള്ള ജാതി അധിക്ഷേപം അവിടുത്തെ സംസ്കൃത ഭാഷാ വകുപ്പിൻ്റെ തലപ്പത്തിരിക്കുന്ന ഡോക്ടർ CN വിജയകുമാരി നടത്തിയിരിക്കുന്നത്. ആ സംസ്കൃത ഭാഷയിൽ ഗവേഷണം ചെയ്യുന്ന വിദ്യാർത്ഥി വിപിൻ വിജയൻ എന്ന് പറയുന്ന ദലിത് വിദ്യാർത്ഥിക്കെതിരായിക്കൊണ്ടാണ് ഈ നിലയിൽ ഒരു ജാതി അധിക്ഷേപം പൊതുസമൂഹം കേട്ടാലറയ്ക്കുന്ന, പൊതുസമൂഹത്തെ അങ്ങേയറ്റം നാണിപ്പിക്കുന്ന, ലജ്ജിപ്പിക്കുന്ന നിലയിൽ ഒരു ജാതി അധിക്ഷേപം അവർ നടത്തിയിരിക്കുന്നത്. സംസ്കൃത ഭാഷ പുലയർക്കും പറയർക്കുമൊന്നും പഠിക്കുവാനുള്ളതല്ല എന്നും ആ നിലയിൽ ജാതി അധിക്ഷേപം നടത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 17-ാം വകുപ്പ് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി അയിത്തം കുറ്റകരമാക്കിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഇന്ത്യയുടെ ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ്. അതുപോലെ വിദ്യാഭ്യാസ കേന്ദ്രത്തിലാണ്, സ്ഥാപനത്തിലാണ് അതിൻ്റെ വകുപ്പ് അധ്യക്ഷ ഈ നിലയിൽ സമൂഹത്തെ ലജ്ജിപ്പിക്കുന്ന, പരിഷ്കൃതരെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന നിലയിൽ ഒരു ദലിത് വിദ്യാർത്ഥിക്കെതിരായിക്കൊണ്ട്, ഒരു ഗവേഷക വിദ്യാർത്ഥിക്കെതിരായിക്കൊണ്ട് ഈ നിലയിൽ ജാതി അധിക്ഷേപം നടത്തിയിരിക്കുന്നത്. ഈ ജാതീയത ക്യാമ്പസുകളിൽ വളരെ സജീവമായ നിലയിൽ ഇത്തരം വിഷസർപ്പങ്ങൾ ഫണം വിടർത്തിയാടുന്നത് കൊണ്ടാണ് രോഹിത് വെമുലയെ പോലുള്ളവർ സമൂഹത്തിലുണ്ടാവുന്നത്. ഈ നിലയിൽ ജാതീയമായ അധിക്ഷേപങ്ങൾ നടത്തുന്നത് മറ്റാരുമല്ല, മഹാത്മാ അയ്യൻകാളി സമൂഹത്തിലെ പതിതരാക്കപ്പെട്ടവർക്ക് പള്ളിക്കൂടത്തിൽ പ്രവേശനം വേണമെന്ന് പറഞ്ഞപ്പോൾ, അവർക്ക് വിദ്യാഭ്യാസം ചെയ്യുവാനുള്ള അവകാശം വേണമെന്ന് പറഞ്ഞ് വില്ലുവണ്ടി ഓടിച്ചപ്പോൾ അതിനെ വട്ടം പിടിക്കാൻ മുന്നിൽ നിന്ന ആളുകളുടെ അതേ മാനസികാവസ്ഥയുള്ളവരാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് ദലിതർ, സമൂഹത്തിലെ ഏറ്റവും പതിതരാക്കപ്പെട്ട വിഭാഗത്തിൽ നിന്നുള്ളവർ വരുമ്പോൾ ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അവർക്ക് നേരെ വട്ടം പിടിക്കുന്നത്. നീയൊക്കെ PhD എടുക്കുന്നത് ഞാനൊന്ന് കാണട്ടെ എന്നാണ്. അത്ര ധാർഷ്ട്യത്തോടു കൂടിയാണ് ഈ വിജയകുമാരി, അവർ അധ്യാപിക എന്ന് വിളിക്കാൻ കഴിയുമോ എന്നറിയില്ല, അവർ ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ വെല്ലുവിളിച്ചിരിക്കുന്നത്. ആ വെല്ലുവിളിക്കപ്പെട്ട, ആ നിലയിൽ പൊതുസമൂഹത്തിൽ ആക്ഷേപിക്കപ്പെട്ട വിദ്യാർത്ഥി ശ്രീ വിപിൻ വിജയൻ നിയമ നടപടികളുമായി മുന്നോട്ട് വന്നിരിക്കുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം ശ്ലാഘനീയമാണ്. ഇത്തരത്തിലുള്ള വിഷസർപ്പങ്ങളെ ഈ സമൂഹത്തിൽ നിന്നും നിർമൂലനം ചെയ്യാൻ, ഈ സമൂഹത്തിൽ നിന്നും അവരെ തുറന്നു കാട്ടാൻ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ മുന്നോട്ട് വരുന്നത് പൊതുസമൂഹത്തിന് വലിയ മാതൃകയാണ്. എന്തുകൊണ്ടാണ് ഈ നിലയിൽ വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ ഇത്തരത്തിലുള്ള ജാതീയത അങ്ങേയറ്റം നടമാടുന്നത് എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇവിടെ നിങ്ങളറിയേണ്ടത് ജാതി വ്യവസ്ഥിതി, ഈ ജാതി വ്യവസ്ഥിതിയാണ് സമൂഹത്തിലെ ഏറ്റവും വലിയ ഭീകരത എന്ന് പറയുന്നത്. വർഗീയത തുലയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമ്പസുകളിലെ ചുമരുകളിൽ ചുമരെഴുത്ത് നടത്തുന്ന കേരളത്തിലെ വിപ്ലവ വിദ്യാർത്ഥി സംഘടനകൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്നറിയുവാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട്. വർഗീയത തുലയട്ടെ എന്ന് എഴുതി വെക്കുന്നവർ ജാതീയത തുലയട്ടെ എന്ന് ഒരിക്കലും എഴുതി വെച്ചിട്ടില്ല. ആവട്ടെ, വർഗീയത തുലയട്ടെ എന്ന് എഴുതി വെക്കുന്നവർ എന്തുകൊണ്ട് കേരളത്തിലെ സമൂഹ മാധ്യമങ്ങളടക്കം, കേരളത്തിലെ പൊതു മാധ്യമങ്ങളടക്കം വളരെ സജീവമായി ചർച്ച ചെയ്ത ഈ വിഷയത്തിന്മേൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ വിപ്ലവ വിദ്യാർത്ഥി സംഘടനയായ SFIക്ക്, AISFന് എന്താണ് പറയാനുള്ളത് എന്ന് അറിയുവാൻ നമുക്ക് താല്പര്യമില്ലേ? കേരളത്തിലെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനയായ KSU ഇതിനെ സംബന്ധിച്ച് എന്ത് പറയുന്നു? ഹിന്ദുക്കളെല്ലാം ഒന്നിക്കണമെന്ന് പറയുന്ന സംഘപരിവാറിൻ്റെ ഭാഗമായ വിദ്യാർത്ഥി സംഘടന ABVPക്ക് എന്ത് പറയാനുണ്ട് എന്നറിയുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. എന്തുകൊണ്ടാണ് വിപ്ലവ വിദ്യാർത്ഥി സംഘടനകൾ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? ഈ പ്രബുദ്ധ കേരളത്തിൽ എന്തുകൊണ്ട് ഈ നിലയിൽ ജാതീയത അണപൊട്ടി ഒഴുകിയ, ജാതീയത വിഷം ചീറ്റിയ ഈ സംഭവത്തിൽ തലസ്ഥാന നഗരിയിൽ ഈ വിഷയത്തിന്മേൽ DYFI അടക്കമുള്ള യുവജന പ്രസ്ഥാനങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്.
മഹാനായ സഹോദരൻ അയ്യപ്പൻ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ജാതീയത നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര കാലത്തോളം ഭരിക്കുന്നുവോ അത്ര കാലത്തോളം ജാതീയത തുടർന്നുകൊണ്ടേയിരിക്കും. ജാതി മാറണമെങ്കിൽ, ജാതീയത അവസാനിക്കണമെങ്കിൽ, ജാതീയത അവസാനിക്കണമെന്ന് പറയുന്നവർ അവർ ഭരണാധികാരികളായി മാറണം. ജാതി മാറേണ്ട ജാതിക്കാർ ഭരിക്കേ ജാതി മാറിടും. ജാതി നിൽക്കേണ്ട ജാതിക്കാർ ഭരിക്കേ ജാതി നിന്നിടും എന്നാണ് സഹോദരൻ അയ്യപ്പൻ പറയുന്നത്. ഇത് തന്നെ ബഹുജൻ പ്രസ്ഥാനത്തിൻ്റെ ഉജ്ജ്വലനായ നേതാവ് മാന്യവർ കാൻഷീറാം പറയുന്നുണ്ട്. ഓൺലി റൂളേഴ്സ് alone can ക്രിയേറ്റ് കാസ്റ്റ്ലെസ് സൊസൈറ്റി. ഭരണാധികാരികൾക്ക് മാത്രമേ ഒരു ജാതിരഹിത സമൂഹം സൃഷ്ടിക്കുവാൻ കഴിയുകയുള്ളൂ. ഇഫ് യു വാണ്ട് ടു ബിക്കം കാസ്റ്റ്ലെസ് സൊസൈറ്റി യു ഹാവ് ടു ബിക്കം ദ റൂളിംഗ് സമാജ്. നിങ്ങൾ ഭരണാധികാരികളായി മാറിയാൽ മാത്രമേ നിങ്ങൾക്ക് ജാതിരഹിത സമൂഹം സൃഷ്ടിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് മാന്യവർ കാൻഷീറാംജി പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ വിഷയത്തിന്മേൽ ഏത് വിഷയം വന്നാലും ആ വിഷയത്തിൽ ചാടിയിറങ്ങി പരസ്യ പ്രസ്താവനകളും അതുപോലുള്ള പ്രതികരണങ്ങളും നടത്തുന്ന കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ എന്ന് പറയുന്ന ഈ ബുദ്ധിജീവി കൂട്ടങ്ങൾ അവർ എവിടെ പോയാണ് ഒളിച്ചത് എന്നറിയുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇതാരെയും അലോസരപ്പെടുത്താത്തത്? എന്തുകൊണ്ടാണ് ഈ വിഷയത്തിന്മേൽ കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകൻ, കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ ഈ വിഷയത്തിന്മേൽ അപലപിക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ വിഷയത്തിന്മേൽ വാതുറക്കാത്തത് എന്തുകൊണ്ടാണ് എന്നറിയുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത്, ഈ വിഷയത്തിൽ ജാതി അധിക്ഷേപം നടത്തിയ ഈ അധ്യാപികയ്ക്കെതിരായി, അധ്യാപിക എന്ന പ്രയോഗം അവരെ സൂചിപ്പിക്കാൻ പ്രയോഗിക്കാമോ എന്നെനിക്കറിയില്ല. അധ്യാപിക ഈ CN വിജയകുമാരിക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന്, അവരെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരണമെന്ന് ഈ ഇന്ത്യൻ ഭരണഘടനയെ എല്ലാം അതിലംഘിക്കുന്ന, അതിനെയെല്ലാം തള്ളിപ്പറയുന്ന നിലയിൽ ചാതുർവർണ്ണ്യത്തിൻ്റെ മാനസികാവസ്ഥ, ജാതീയമായ ക്യാൻസർ പിടിപെട്ട ഇത്തരത്തിലുള്ള ആളുകളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് ഈ കേരളത്തിൽ ഭരിക്കുന്ന ഭരണാധികാരികളോട്, കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് ഇതിനോടൊന്നിച്ച് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമുക്കറിയാം, രാജ്യത്തിൻ്റെ ഏറ്റവും പരമോന്നത നീതിന്യായ സംവിധാനമായ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം, ഈ സംഭവം നടക്കുന്ന അതേ ദിവസം അദ്ദേഹത്തിൻ്റെതായ ഒരു പത്രപ്രസ്താവന മാധ്യമങ്ങളിലെല്ലാം വന്നു. അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റിനോട് അദ്ദേഹം ചോദിക്കുകയാണ്, രാജ്യത്തെ നിയമത്തെ വ്യാഖ്യാനിക്കുന്ന, രാജ്യത്തെ ഏറ്റവും വലിയ നീതിന്യായ സംവിധാനമായ സുപ്രീം കോടതിയുടെ, ആ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസായ BR ഗവായിയെ എല്ലാവർക്കും അറിയാം. ആ BR ഗവായി ചോദിക്കുന്നത്, എൻ്റെ ബെഞ്ച് ഒഴിവാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു, ഗവൺമെൻറ്റിനെതിരെ വിധി പ്രസ്താവം നടത്തേണ്ടി വരുമോ എന്ന ഭയം കൊണ്ടാണ് നിങ്ങളിത് ചെയ്യുന്നത്. ഗവൺമെൻറ്റിനെതിരെയുള്ള കേസുകളിൽ ആ കേസിൻ്റെ വ്യവഹാരം വരുമ്പോൾ, ആ കേസ് എടുക്കപ്പെടുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എൻ്റെ ബെഞ്ചിൽ നിന്നും അത് ഒഴിവാക്കുകയാണ്. എൻ്റെ ബെഞ്ചിൽ നിന്നും ഇത് ഒഴിവാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുവെന്ന് BR ഗവായി പറഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ്റിനോടാണ് BR ഗവായി ആ നിലയിൽ പൊട്ടിത്തെറിച്ചത്. ഈ വരുന്ന 24-ാം തീയതി അദ്ദേഹം സർക്കാരിൽ നിന്നും വിരമിക്കുകയാണ്. അപ്പോൾ 24-ാം തീയതി വരെ ഗവൺമെൻറ്റിനെതിരായ കേസുകൾ എടുക്കുന്നത് മാറ്റിവെക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. നവംബർ 24-ാം തീയതിക്ക് ശേഷം, ഞാൻ വിരമിച്ചതിന് ശേഷം കേസ് കേട്ടാൽ മതിയെന്നാണെങ്കിൽ അത് നിങ്ങൾ പറയണമെന്ന് വികാരാധീനനായി കേരളം ഭരിക്കുന്ന, ഇന്ത്യ ഭരിക്കുന്ന ഈ കേന്ദ്ര ഗവൺമെൻറ്റിനോട് അദ്ദേഹം പൊട്ടിത്തെറിക്കുകയാണ്. വിശാല ബെഞ്ചിന് വിടണമെന്ന്, ഗവൺമെൻറ്റിനെതിരായ ചില കേസുകൾ വിശാല ബെഞ്ചിന് വിടണമെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടി ആവശ്യപ്പെട്ടതിനോട് പ്രതികരിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഇത് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, സർവകലാശാലകളിൽ മാത്രമല്ല, നീതിയും ന്യായവും നടപ്പിലാക്കുന്ന, അതിനെ വ്യവഹരിക്കുന്ന സുപ്രീം കോടതിയുടെ അടക്കം, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന ഒരാൾക്കടക്കം ഇതാണ് ഇന്ത്യയിലെ ജാതീയതയിൽ നിന്നും നേരിടേണ്ടി വരുന്ന അനുഭവമെങ്കിൽ എവിടെയാണ് നമ്മുടെ രാജ്യത്ത് നീതിയും ന്യായവും നിയമവും രാജ്യത്തിൻ്റെ ഭരണഘടന വാഴ്ചയുമെല്ലാം ഉറപ്പാക്കപ്പെടുന്നത് എന്ന ചോദ്യം നിസ്സാരമാണ് എന്ന് പറയുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് പറയുന്നത്, ഈ നിലയിൽ ജാതി അധിക്ഷേപം
നടത്തിയിരിക്കുന്ന ഈ ഈ ഈ അധ്യാപികയ്ക്കെതിരെ ഗവൺമെൻറ് കർശനമായ നടപടികൾ സ്വീകരിക്കണം, ഒരു വിട്ടുവീഴ്ചയും കൂടാത്ത നടപടികൾ സ്വീകരിക്കണമെന്നാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. മഹാനായ ഡോക്ടർ ബാബാ സാഹേബ് എഴുതിയ ഒരു പുസ്തകമുണ്ട്, അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, ജാതി നിർമ്മൂലനം. ആ ജാതി നിർമ്മൂലനത്തിനകത്ത് അദ്ദേഹം പറയുന്നത്, ജാതി എന്ന് പറയുന്നത് ഒരു മനോരോഗമാണ്, അതൊരു മാനസിക അവസ്ഥയാണ്, അതൊരു ക്യാൻസർ പോലെയാണ്. ഈ മാനസികാവസ്ഥയുള്ളവരെല്ലാം സമൂഹത്തിൽ ദുഷിക്കപ്പെട്ടവരാണ്. സത്യത്തിൽ ജാതി ആചരിക്കുന്നതിന് ഈ അധ്യാപികയെ പോലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അധ്യാപിക പോലും ജാതി വ്യവസ്ഥിതിയുടെ ഇരയാണ് എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. അദ്ദേഹം പറയുന്നത്, ഹിന്ദുക്കൾ ജാതി ആചരിക്കുന്നതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഹിന്ദുക്കളെ അടക്കം ഈ നിലയിൽ അന്യനെ അല്ലെങ്കിൽ അവരനെ വെറുക്കാൻ, അവനെ അപമതിക്കാൻ, അവരെ പ്രേരിപ്പിക്കുന്ന, അവനെ അങ്ങനെ ചിന്തിപ്പിക്കുന്നത് അവൻ്റെ മതത്തിലുള്ള, ചാതുർവർണ്ണ സംസ്കൃതിയിലുള്ള, ബ്രാഹ്മണിസത്തിലുള്ള അവരുടെ അചഞ്ചലമായ വിശ്വാസമാണ്. അതുകൊണ്ട് അവരെ പോലും സമൂഹത്തിൻ്റെ വേർപെട്ട നിലയിൽ, വിദ്വേഷം പ്രചരിപ്പിക്കപ്പെട്ട നിലയിൽ അവരെ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് അവരല്ല കുറ്റവാളി, മറിച്ച് അവരെ അങ്ങനെ വിശ്വസിക്കാൻ, അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരുടെ മതമാണ് യഥാർത്ഥ കുറ്റവാളി എന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ വിഷയത്തിന്മേൽ നിയമ നടപടികളുമായി പോകുന്ന സഹോദരൻ വിപിൻ വിജയൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി ഈ നിലയിൽ ബാബാ സാഹേബ് അംബേദ്കറുടെ പൈതൃകം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ജാതി വ്യവസ്ഥിതി എന്നേക്കുമായി അവസാനിപ്പിക്കുവാനുള്ള ബാബാ സാഹേബ് അംബേദ്കറുടെയും മഹത്തായ മഹാത്മാ അയ്യൻകാളി നാരായണ ഗുരുദേവനടക്കമുള്ള മറ്റു മഹാഗുരുക്കന്മാരുടെയും എല്ലാം വിപ്ലവ സമരപാതയിൽ കൂടി അണിചേരണം. ഭാവിയിൽ ഈ വിഷസർപ്പത്തെ നമ്മുടെ സമൂഹത്തിൽ നിന്നും നിർമൂലനം ചെയ്യുവാൻ ഉള്ള പ്രക്ഷോഭങ്ങളോട് ആ വിദ്യാർത്ഥി കൂടി അണിചേരണം. സമൂഹത്തിലെ എല്ലാ മനുഷ്യരും ഈ നിലയിൽ ഉള്ള ഒരു സാമൂഹിക പരിവർത്തനത്തിന് മുന്നോട്ട് വരണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.